ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാൻ ആറ്റുകാൽ അമ്മയ്ക്ക് ആദ്യമായിട്ടാട്ടോ പൊങ്കാല ഇടുന്നത്. ഇതിനു മുമ്പ് ഒരു തവണ അമ്മയെ കണ്ട് തൊഴാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ അതിനൊരു സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ട്. അപ്പോൾ രാവിലെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റായിരുന്നു കേട്ടോ. അപ്പം കട്ടയൊക്കെ കൊണ്ടുവെക്കണമായിരുന്നു. തലേദിവസം ഞാൻ കല്ലൊക്കെ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കട്ടയും എല്ലാം കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഏത് കവലയിൽ ചെന്നാലും അമ്മയുടെ ഫോട്ടോയും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സമയം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, 6 മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പൊങ്കാല ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടാണ് അവരിവിടെ ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പം 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തായതുകൊണ്ട് 9:45 ഉള്ളൂ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7 മണി 7:30 ആകുമ്പോഴത്തേക്കിന് ചെന്നാൽ മതി കേട്ടോ. അപ്പോൾ തലേദിവസം ഞങ്ങൾ ആറ്റുകാൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് ആറ്റുകാലമ്മയെ പോയി കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു 10-12 മണിക്കൂറെങ്ങാണ്ട് ഞങ്ങൾ ആ ക്യൂവിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ക്യൂ ഒന്നും പ്രശ്നമല്ല കേട്ടോ. ആറ്റുകാലമ്മയെ കണ്ട് തൊഴാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഭാഗ്യം, അത് തന്നെ സന്തോഷം കേട്ടോ. പിന്നെ അതിൻ്റെ കലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് ഒരു ചെമ്പന്തിപ്പൂ മാലയൊക്കെ കലത്തിന് ചുറ്റും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗണപതി ഒരുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 9:45 നമ്മൾ ആ രീതിയിലെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു, പിന്നെ ലഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഭണ്ഡാര അടുപ്പിൽ നിന്ന് തീ പകർന്നതിന് ശേഷം നമ്മുടെ അടുപ്പിലും തീ പകർന്ന് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷം തിരുമേനി ഇതുപോലെ 2:15 ആകുമ്പോഴത്തേക്കിന് നെയ്തിക്കാനായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പൊങ്കാല വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.